സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യേശുവിൻ്റെ നാമത്തിൽ ചെയ്തതായ പ്രാർത്ഥന, യേശുവിൻ്റെ നാമത്തെ വിട്ടുകളഞ്ഞാൽ നിങ്ങൾ ജാഗ്രത, നിങ്ങൾ ശ്രദ്ധിക്കുക. യേശുക്രിസ്തുവിൻ്റെ നാമം മറന്നുപോയാൽ അതൊരിക്കലും യേശുക്രിസ്തുവിൻ്റെ ദൈവവേല ആയിരിക്കുകയില്ല. മദർ തെരേസ പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ നാമമില്ലാത്തതായ സേവ സാമൂഹിക സേവയാണ്, മാനുഷിക സേവയാണ്. അതാണ് ദൈവവേലയാണെന്ന് ചിലർ വിചാരിക്കുന്നു. സാമൂഹിക സേവ വേറെ, കർത്താവിനെ ആരാധിക്കുന്നത് വേറെയാണ്. പൂർണ്ണമായ ക്രിസ്ത്യാനിത്വം ഇല്ലാതിരിക്കുമ്പോൾ നാം ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തിന് ഇരയായി മാറുവാൻ ഇടയാകും. ചില സഭകളിൽ ചില ദൈവദാസന്മാർ പലപ്പോഴും അവരുടെ സഭകളിൽ ഒരേ വിഷയം തന്നെ കേന്ദ്രീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. സൗഖ്യമാണെങ്കിൽ സൗഖ്യം മാത്രം, അഭിഷേകമാണെങ്കിൽ അഭിഷേകം മാത്രം, പ്രവചനമാണെങ്കിൽ പ്രവചനം മാത്രം, മാനസാന്തരവും രക്ഷയുമാണെങ്കിൽ പാപങ്ങൾ ഏറ്റുപറ അത് മാത്രമാണ്. വേറെ ഒരു ഉപദേശവും കാണില്ല. പാപങ്ങൾ ഏറ്റുപറയുക. എല്ലാ ആഴ്ചയും വന്നിട്ട് ഏറ്റുപറയുക. എന്താണ്? അഭിഷേകം. മാനസാന്തരപ്പെടാത്തവർക്ക് അഭിഷേകം എങ്ങനെ കിട്ടും? മാനസാന്തരപ്പെടാത്തവർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എങ്ങനെ കിട്ടും? ഒരു ക്രമപ്രകാരം ഉള്ളതിൽ നിന്ന് നിനക്കിഷ്ടമുള്ളത് പിക്കപ്പ് ചെയ്തിട്ട് അതുമാത്രം ഉപദേശിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം ചിലരെ ഉപദേശിക്കുവാനും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരും, ചിലരെ ഇടയന്മാരായും, അങ്ങനെ പല രീതിയിൽ ആക്കിയിരിക്കുകയാണ്. എല്ലാവരും ചേർന്നിട്ട് സഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞത്. അതല്ലാതെ ഏതെങ്കിലും ഒരു വിഷയം മാത്രം എടുത്തുകൊണ്ട് അത് ഒന്നും പൂർണ്ണമാക്കാതെ എനിക്ക് അറിയാവുന്നതാണ് സകലതും എന്ന് വിചാരിക്കുന്നു. എന്നാൽ പൗലോസിന്റെ ശുശ്രൂഷ അങ്ങനെയുള്ളത് അല്ലായിരുന്നു. പൗലോസിന്റെ ശുശ്രൂഷ ശ്രദ്ധിച്ചു നോക്കിയാൽ അവൻ പെന്തിക്കോസ്താണോ, അവൻ ഇവാഞ്ചലിക്കലാണോ, അവൻ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? അഭിഷേകത്തെക്കുറിച്ചാണോ, അന്യഭാഷയെക്കുറിച്ചാണോ എന്ന് നോക്കിയാൽ ബാലൻസ്ഡ് ആയിട്ട് എപ്പോൾ എന്താണോ ആവശ്യമായിരിക്കുന്നത് അതാണ് അവിടെ പറയുന്നത്. നാം എല്ലാ കാര്യങ്ങളിലും സമ്പൂർണരായിരിക്കണം. ഏതു സാഹചര്യത്തിലും നമ്മുടെ വിശ്വാസം കാക്കുവാൻ നമുക്ക് കഴിയണം. വിശ്വാസിയുടെ മുൻപിലായാലും അവിശ്വാസിയുടെ മുൻപിലായാലും, നീ ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും, ഏതു സാഹചര്യത്തിന് നടുവിലും ദൈവത്തിലുള്ള വിശ്വാസം സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ശൗലും പ്രവചിച്ചു എന്ന് നാം വായിക്കുന്നു. അയ്യോ, ശൗലും പ്രവാചകനായിരുന്നുവോ? പ്രവാചകന്മാരുടെ നടുവിലായിരുന്നത് കൊണ്ട് അവൻ പ്രവചിച്ചു, അത്രയുള്ളൂ. എല്ലാവരും സ്തോത്രം പറയുമ്പോൾ നാമും അത് കേട്ട് സ്തോത്രം പറയുന്നു. എല്ലാവരും കൈകളടിക്കുമ്പോൾ നാമും കൈകളടിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ നാമും അത് കേട്ട് പ്രാർത്ഥിക്കുന്നു. അതിന്റെ അർത്ഥം നാം പൂർണ്ണരാണെന്ന് അല്ല. നിനക്ക് വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? വീട്ടിൽ സന്തോഷത്തോടെ ആയിരിക്കുവാൻ കഴിയുന്നുണ്ടോ? ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ദൈവത്തോട് കൂട്ടായ്മ അനുഷ്ഠിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നീ പരിശോധിക്കണം. ആ സ്ഥാനത്തേക്ക് നാം എത്തേണ്ടതാണ്. സഭയായി കൂടി വരുന്ന സമയത്ത് നാം പരസ്പരം ആശ്വസിപ്പിക്കണം. മറ്റുള്ളവരോട് നാം സ്നേഹം കാണിക്കേണ്ടതാണ്. അവരുടെ സുഖവിവരങ്ങൾ നാം അന്വേഷിക്കണം. എന്നിട്ട് തിരിച്ചു പോയതിനു ശേഷം അതെല്ലാം നാം പരിശോധിക്കണം, നാം അത് പരിശീലിക്കണം, അഭ്യസിക്കണം. ഒരു ദിവസം കൊണ്ട് ആർക്കും ഭക്തനായി തീരുവാൻ കഴിയില്ല. ചിലരെ പൂർണ്ണരായി സമ്പൂർണരാക്കി മാറ്റിക്കൊണ്ട് ക്രിസ്തുവിന്റെ മുൻപ് നിലനിർത്തുവാൻ നമുക്ക് ശ്രമിക്കാം. അവർ അവരുടെ സഭകളിൽ ചെന്ന സാക്ഷികളായി നിലനിർത്താൻ നമുക്ക് ശ്രമിക്കാം. അവർ അവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെ അറിഞ്ഞിട്ട് മറ്റനേകരെ അവരെ പോലെ പരിപൂർണരാക്കി മാറ്റുന്നതിനായി അവർക്ക് മാതൃകയെ നമുക്ക് ജീവിക്കാം. അതിനുവേണ്ടി നമുക്ക് കഷ്ടപ്പെടാം. അതായിരുന്നു പൗലോസിന്റെ ഹൃദയ ആഗ്രഹം. യഥാർത്ഥമായ ഒരു ദൈവദാസന്റെ ഹൃദയ ആഗ്രഹം അങ്ങനെയായിരിക്കണം. അപ്പോൾ വന്നിട്ട് പ്രസംഗമൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോകുന്നത് അല്ല. ഇറ്റ് ഈസ് കണ്ടിന്യൂറ്റി. കർത്താവിന്റെ രാജ്യത്തിലേക്ക് ചേരുവോളം വരെയും ഭയത്തോടെ ജാഗ്രതയോടെ നിങ്ങളുടെ രക്ഷയെ നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണം. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ആ വാക്കുകൾ വളരെ ഹൃദയത്തിൽ സ്പർശിക്കുന്നതാണ്. ഏത് മനുഷ്യനെയും. വലിയൊരു കൂട്ടമല്ല ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് പ്രധാനമല്ല, ജനക്കൂട്ടം അല്ല പ്രധാനം. യേശുക്രിസ്തു പ്രബോധിപ്പിച്ച സമയത്ത് ജനക്കൂട്ടമായി വരാനിടയായി. എത്ര ജനങ്ങളെന്ന് അവർ എണ്ണി നോക്കിയതേ ഇല്ല. ഒരു തവണ മാത്രം അപ്പം കൊടുത്ത സമയത്ത് എണ്ണുവാൻ ഇടയായി. അങ്ങനെ എണ്ണി നോക്കിയപ്പോൾ എത്ര ആളുകളുണ്ട്? എന്തുകൊണ്ടാണ് പുരുഷന്മാരെ മാത്രം എണ്ണിയത്? സ്ത്രീകളെ എന്തുകൊണ്ട് എണ്ണി നോക്കിയില്ല? കഴിയില്ല എല്ലാവരെയും എണ്ണി നോക്കുവാൻ വേണ്ടി. വ്യക്തമായി എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തവണ്ണം ജനക്കൂട്ടം വരുവാനിടയായി. ഏകദേശം 25,000-ഓളം ആളുകൾ വരുവാനിടയായി.
റൊട്ടികൾ മാത്രം 25,000-ഓളം ആളുകൾ തിന്നുവാൻ ഇടയായി. എന്താണ്? യേശുക്രിസ്തു ക്രൂശുമായി പോയപ്പോൾ 25,000 പേർ അവനെ പിന്തുടർന്നു പോയോ? ആദ്യമേ അവൻ പറഞ്ഞു, എന്നെ പിന്തുടർന്നവൻ തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ പിന്തുടരണം. അപ്പോൾ അപ്പം തിന്നവരെല്ലാം അവനെ പിന്തുടർന്നു പോയോ? എവിടെ? ഒരു വിവരവും ഇല്ല. പ്രാണൻ കൊടുക്കാവെന്ന് പറഞ്ഞ പത്രോസ് പോലും പോയി. അവസാനം കുറേനക്കാരനായിരുന്ന ഒരു ആഫ്രിക്കക്കാരൻ, ശീമോൻ എന്ന് വിളിക്കുന്നതായ അവൻ ക്രൂശ് ചുമക്കേണ്ടി വന്നു. അതും നിർബന്ധിച്ചായിരുന്നു ചുമന്നത്. എന്താണ്? കഴിക്കാനാണെങ്കിൽ എല്ലാവരും വരും. ക്രൂശിൽ കയറുന്ന സമയത്ത് അത് യഥാർത്ഥമായ ഭക്തി അല്ല. ഇന്നെവിടെ ചെന്നാലും ആഹാരമാണ് പ്രധാനം, മീറ്റിങ്ങിനേക്കാൾ കൂടുതൽ. എല്ലാ മീറ്റിങ്ങുകളിലും ഭക്ഷണമുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെ ഓൾഡ് പീപ്പിൾസിന് സൺഡേ സ്കൂൾ വെച്ചിരിക്കുന്നു. യങ് പീപ്പിൾസ് സൺഡേ സ്കൂളല്ല, ഓൾഡ് പീപ്പിൾസിന്, അതായത് അവരുടെ പ്രായം എബോവ് 70-80 ഉണ്ടായിരിക്കണം. 70-80 വയസ്സ് പ്രായമുള്ളതായ ആളുകൾക്കാണ് സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന് നോക്കുവാനിടയായി. അപ്പോൾ ഞാൻ കണ്ട് പ്രായമുള്ള അനേകം ആളുകൾ നമ്മേക്കാൾ നല്ലവണ്ണം അവർ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ആ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപ് ആദ്യം തന്നെ അവർക്കെല്ലാം ടേബിൾ നിറച്ച് സ്നാക്സ്, കോഫി, അതുപോലെ കൊക്കക്കോള, കേക്കുകൾ, ബിസ്ക്കറ്റുകൾ മീറ്റിങ്ങിന് മുൻപ് തന്നെ വയറ് നിറച്ച് കഴിച്ചിട്ടാണ് പിന്നെ അകത്ത് പോയി ഇരിക്കുന്നത്. അതുപോലെ മീറ്റിംഗ് അവസാനിച്ച് കഴിഞ്ഞിട്ടും എല്ലാവരും ഒരുമിച്ച് കഴിക്കുവാൻ വേണ്ടി പോയി. അതുപോലെ 45 മിനിറ്റ് മാത്രം പ്രസംഗിച്ചാൽ മതിയെന്ന് പറഞ്ഞു. കാരണം പിന്നീട് കഴിക്കാൻ വേണ്ടി 1.5 മണിക്കൂർ ആവശ്യമായി വരും. എന്താണ് കഴിക്കുവാൻ വേണ്ടി 1.5 മണിക്കൂർ? വചനം പ്രസംഗിക്കുവാൻ 45 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാം കഴിഞ്ഞിരിക്കണം. പ്രസംഗം 30 മിനിറ്റേ ഉള്ളൂ. ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് എന്ന മീറ്റിങ്ങിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമോ, ഏതെങ്കിലും ഒരു ഹാളിന് മുൻപിൽ ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് എഴുതിയിരിക്കുകയാണെങ്കിൽ ബസ്സിൽ പോകുന്ന ആളുകളോട് ഇറങ്ങി വന്നിട്ട് കഴിച്ചിട്ട് പോകാനിടയാകും. പിന്നെ മീറ്റിങ്ങിന് ഇത്രയായിരം ആളുകൾ വന്നു എന്ന് മൈക്കിലൂടെ വിളിച്ചു പറയും, അനൗൺസ്മെന്റ് ചെയ്യുന്നത് കാണാം. ഇതെല്ലാം വെറുതെ കൊട്ടിഘോഷിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഈ കാലത്തെ ദൈവവേല നോക്കുകയാണെങ്കിൽ സകലതും കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നതായ അവസ്ഥയാണ്. ഇപ്പോൾ ആഹാരം കൊടുക്കാത്തതായ സഭക്കാർക്ക് അവർക്ക് വളരെ വിഷമമാണ് ഇത് കാണുമ്പോൾ. അവർക്കും അങ്ങനെ ഭക്ഷണം കൊടുക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ദേവദാസന്മാർ എന്ത് ചെയ്തെന്നറിയാമോ? ഇപ്പോൾ ഉപവാസ പ്രാർത്ഥനയാണ് എന്ന് പ്രത്യേകം ബോർഡ് വയ്ക്കുവാനിടയായി. അതായത് അത് മനസ്സിലാക്കുമ്പോൾ ആഹാരം ഇവിടെയില്ല, വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വരാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. എവിടെയും പൗലോസ് ഇതുപോലെയുള്ളതായ ട്രിക്സ് ഉപയോഗിച്ചതായിട്ട് കാണുകയില്ല. അങ്ങനെയുള്ള കാര്യം അവൻ ചെയ്തിട്ടില്ല. അവൻ്റെ ഭാഷ എന്താണെന്ന് വെച്ചാൽ, ഞാൻ തികഞ്ഞവൻ ആകണം, അതുപോലെ മറ്റുള്ളവരെ പരിപൂർണരാക്കണം, എല്ലാ മനുഷ്യരെയും ഞാൻ പരിഗണിക്കേണ്ടതാണ്. ഒരു വ്യക്തിക്ക് എത്ര ആളുകളുടെ കാര്യം നോക്കുവാൻ കഴിയും? പറയൂ. 3 മക്കളുണ്ടെങ്കിൽ പോലും ഇന്ന് മാതാപിതാക്കൾ അവരെ നോക്കുവാൻ ബുദ്ധിമുട്ടുന്നത് കാണാം. 11 മക്കളുണ്ടായിരുന്ന എൻ്റെ മാതാവ് എങ്ങനെയായിരുന്നു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നതേയില്ല. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മയ്ക്ക് 8 പേരായിരുന്നു മക്കൾ. ഞങ്ങളുടെ വല്യമ്മയ്ക്ക് 15 പേരായിരുന്നു മക്കളുണ്ടായിരുന്നത്. എത്രയും കൂടുതൽ മക്കളുണ്ടെങ്കിൽ അത് ഭാഗ്യമാണ്. പക്ഷേ എങ്ങനെയാണ് അവരെ വളർത്തിക്കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ട് എത്ര കുഞ്ഞുങ്ങളെ വേണമെങ്കിലും ഒരു 200 പേരെ ഒരമ്മയ്ക്ക് വളർത്തുവാൻ കഴിയുമോ? കഴിയുകയില്ല. ഒരു സഭയിൽ എത്ര ആളുകളുണ്ട്? എത്ര ആളുകളെ ദൈവദാസനെ ശ്രദ്ധിക്കുവാൻ കഴിയും? അത്രയേ ഉള്ളൂ. നോക്കൂ, എല്ലാ മനുഷ്യർക്കും ഞാൻ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം. നോക്കൂ, അത് കഴിഞ്ഞിട്ടുള്ള വചനം വായിക്കുക. ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. എല്ലാ മനുഷ്യരെയും പ്രബോധിപ്പിക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ മൈക്ക് സിസ്റ്റം ഒക്കെ ഉള്ളതുകൊണ്ട്, ഇങ്ങനെ സൗണ്ട് സിസ്റ്റം ഉള്ളതുകൊണ്ട്, നല്ല ഹാളൊക്കെ ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഇത്രമാത്രം ആളുകളോട് മൈക്ക് സിസ്റ്റം ഒക്കെ വെച്ചിട്ട് അതിൽ കൂടി പ്രബോധിപ്പിക്കുവാൻ കഴിയും. ഇപ്പോൾ എത്ര ആളുകളോടും നമുക്ക് പ്രസംഗിക്കാൻ കഴിയും. എന്നാൽ ഓരോ മനുഷ്യരോടും ഉപദേശിക്കണം എന്ന് പറയുമ്പോൾ, ഓരോ വ്യക്തികളോടും ഉപദേശം കൊടുക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണോ? ഭാര്യയും ഭർത്ത വഴക്കുണ്ടാകുമ്പോൾ നിനക്കെന്നാ ബുദ്ധിയില്ലേ എന്ന് പറയാറുണ്ടല്ലോ പലപ്പോഴും. എപ്പോഴും നിനക്കിതേ സ്വഭാവമുണ്ട്, നിനക്ക് ബുദ്ധി വെച്ചിട്ടില്ലേ എന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഇവിടെ ആരുടെയാണോ ബുദ്ധി അത് അവർക്ക് തന്നെയാണ്. നമുക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 പേരുടെയും ബുദ്ധി ഒരുപോലെ ആയിരിക്കുമോ? ശ്രദ്ധിക്കുക. ഒരുവൻ ബഹളമുണ്ടാക്കും, ഒരുവൻ ശാന്തനായിരിക്കും, ഒരുവൻ സംസാരിക്കില്ല. അവരുടെ കാര്യം അവർ തന്നെ നോക്കണം. ഒരാളാണെങ്കിൽ ഭക്ഷണം വാരിക്കൊടുത്താലേ കഴിക്കും, മറ്റൊരാളാണെങ്കിൽ വാരിക്കൊടുത്താൽ കഴിക്കുകയില്ല. അപ്പോൾ എന്താണ് മാതാവ് ചെയ്യേണ്ടത്? ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ ഒരുവനെ എടുക്കേണ്ടി വരും, ഒരുവനെ നടത്തേണ്ടി വരും. അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ മാതാവ് കാര്യങ്ങൾ ചെയ്യാനിടയാകും. ഓരോരുത്തരെ ഓരോരോ രീതിയിൽ ഒരുക്കിയെടുക്കേണ്ടതായി ഉണ്ട്. എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെയല്ല, എല്ലാവരും ഒരേ രീതിയിലുള്ളവരല്ല. ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഓരോ വ്യക്തിത്വം ഉണ്ട്. അതായത് നമ്മുടെ ജീനുകളല്ല. ഇപ്പോൾ പലരും ഇത് പറയാറുണ്ട്, ജീനുകൾ വ്യത്യാസമാകുന്നു. ഒരേ അമ്മയ്ക്ക് ജനിച്ച 4 മക്കളാണെങ്കിൽ കൂടി അവർ വ്യത്യസ്തർ ആയിരിക്കും.
നമ്മുടെ പിതൃപാരമ്പര്യമായ വ്യർത്ഥ കാര്യങ്ങൾ നമ്മൾ വരാതിരിക്കേണ്ടതിന് ഓരോരുത്തരെ കുറിച്ചും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പൗലോസിന്റെ ശുശ്രൂഷ നോക്കുമ്പോൾ ഉപദേശം നൽകി എന്ന് പറയുന്നത് കാണാം. ഈ കാലത്ത് ഉപദേശിച്ചാൽ ആരെങ്കിലും അനുസരിക്കുമോ? ഉപദേശിക്കുകയാണെങ്കിൽ, നല്ല വചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ അത് അനുസരിക്കുമോ? ബുദ്ധി പറഞ്ഞു കൊടുത്താൽ കേൾക്കുമോ? നിങ്ങൾ മാനസാന്തരപ്പെടണം, പാപങ്ങൾ ചെയ്യാൻ പാടില്ല, സിനിമ കാണല്, മദ്യപിക്കാൻ പാടില്ല, സീരിയൽ കാണുവാൻ പാടില്ല. നിങ്ങൾക്കെന്താണ്? നിങ്ങൾക്കെന്താണ്? എന്താണ് സഹോദരി ഇങ്ങനെ ദൈവാലയത്തിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് വരുന്നത്? ഇതെല്ലാം എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്, അതൊന്നും നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറയും. അല്ല, ഞാൻ വേറെ സഭയിൽ പോകും, അവിടുത്തെ പാസ്റ്റർ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റൊരു സഭയിലേക്ക് പോകും, അവിടുത്തെ പാസ്റ്റർ എന്തെങ്കിലും പറഞ്ഞാൽ വേറൊരു സഭയിൽ പോകും. അവസാനം എന്താണ് സംഭവിക്കുന്നത്? പൂച്ച തൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് 7 വീട് കറങ്ങുമെന്നാണ് പറയുന്നത്. അവസാനം വീടുകളൊന്നുമില്ലാതെ റോഡിൽ കറങ്ങുന്നത് കാണാം. എന്താണ്? സ്നേഹിക്കുന്ന ആളുകൾ ശാസിക്കാനിടയാകും. സ്നേഹിക്കുന്ന ആൾ, മാതാവ് തൻ്റെ കുഞ്ഞിനെ സ്നേഹിച്ചാൽ അവനെ ശിക്ഷിക്കുവാൻ ഇടയാകും. ഈ കാലത്ത് ബുദ്ധി ഉപദേശിക്കുവാൻ എല്ലാവർക്കും ഭയമാണ്. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളോട് ബുദ്ധി ഉപദേശിക്കാൻ ഭയമാണ്. ഒരു വ്യക്തിക്ക് ബുദ്ധി ഉപദേശിക്കാതെ അവനെ ഒരുക്കിയെടുക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ ആവുകയില്ല, ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് മാറുകയില്ല. നാം ക്രമപ്പെടുത്തണം. എല്ലാ ദിവസവും ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് നമ്മെ തന്നെ നാം ക്രമപ്പെടുത്തി മാറ്റണം. അവനെപ്പോലെ ജീവിക്കേണ്ടതിന് നമ്മെ തന്നെ നാം ഒരുക്കി എടുക്കേണ്ടതാണ്. നമ്മിൽ നിന്ന് നല്ല ഫലം ഉണ്ടാകുവാനിടയാകണം. നമ്മിൽ നിന്ന് നല്ല ഫലങ്ങൾ വരണം. എന്നാൽ വരങ്ങൾ മാത്രമേ നമ്മിൽ നിന്ന് വരുന്നുള്ളൂ. അത് ദാനമാണ്, ഒരാൾ നൽകുന്നതാണത്. ആരെങ്കിലും പണം കൊടുത്ത് വാങ്ങിച്ചിട്ട് നിനക്ക് തരുന്നതാണ് ഗിഫ്റ്റ്. അതിന് നീ എന്താണ് കൊടുത്തത്? ഗിഫ്റ്റ് വാങ്ങിച്ചപ്പോൾ നിനക്ക് എന്തെങ്കിലും ചിലവ് വന്നോ? അത് നിനക്ക് സൗജന്യമായി കിട്ടിയതാണ്. എന്നാൽ അത് നിനക്ക് ഗിഫ്റ്റായി കിട്ടിയതാണെന്ന് മറ്റുള്ളവരെ അറിയുകയാണെങ്കിൽ ഒരുപക്ഷെ അത് എടുത്തുകൊണ്ടു പോകുവാൻ സാധ്യതയുള്ളതാണ്. ഗിഫ്റ്റിൽ നീ ആശ്രയിക്കാൻ പാടില്ല. ആ ഗിഫ്റ്റ് നീ ദൈവത്തിൻ്റെ അടുക്കൽ നന്നായിരിക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്നതാണ് ആ ഗിഫ്റ്റ്. ദൈവം തന്നിരിക്കുന്നതായ ആ ദൈവത്തിൻ്റെ സന്നിധിയെ നഷ്ടപ്പെടുത്തുമ്പോൾ ആ വരങ്ങൾ പോകാനിടയാകും. എന്നാൽ ഫലമെന്ന് പറഞ്ഞാൽ ആത്മഫലങ്ങളായിരിക്കുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, അതിനുശേഷം ഇനിയും 9 ഉണ്ടാകണം. ഇടയ്ക്കൊരെണ്ണം മിസ് ചെയ്തു. എല്ലാം കൂടെ ചേർന്ന് ഒന്നാണ്. എല്ലാം കൂടെ ചേർന്ന് ഒരു കുലയാണ്. എനിക്ക് ഇന്ദ്രിയജയമുണ്ടെന്നാൽ സമാധാനമില്ല, എനിക്ക് സന്തോഷമുണ്ടെന്നാൽ സമാധാനമില്ല, എനിക്ക് സമാധാനമുണ്ട് എന്നാൽ ദയ കാണിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇത് സമ്പൂർണ്ണം ആവുന്നില്ല. അത് നമ്മിൽ നിന്ന് വരേണ്ടതാണ്. ഒരു ചെടി വളരണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല മണ്ണ് വേണം, അതുപോലെ നല്ല വെള്ളം ഒഴിക്കണം, സൂര്യരശ്മി അതിലേക്ക് പതിയാനിടയാകണം. പിന്നെ അതിനുവേണ്ടി കാത്തിരിക്കണം. ആ കൃഷിക്കാരൻ ഫലം കാണാൻ വേണ്ടി കാത്തിരിക്കും. അങ്ങനെ തക്ക സമയത്ത് അത് ഫലം കായ്ക്കും. ഒരു ദിവസം കൊണ്ട് അത് കായ്ക്കുന്നതല്ല. ആ ഭൂമിയിൽ നിന്ന് ആവശ്യമായ സത്തുകളെല്ലാം വലിച്ചെടുത്തുകൊണ്ട് അത് ഫലം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ ആക്ട് ചെയ്യുന്നതല്ല. ഭക്തി എന്ന് പറഞ്ഞാൽ നടിക്കുന്നതല്ല. എവിടെ നോക്കിയാലും ഇപ്പോൾ ആക്ഷൻസ് മാത്രമാണ്. ലൈറ്റ് ഓൺ ആക്ഷൻ, കട്ട്. എന്താണ് ലൈറ്റ് ഓൺ ആക്ഷൻ എന്ന് പറയുമ്പോൾ? കട്ട്. എത്ര നേരമാണ് ഇങ്ങനെ കരയിപ്പിക്കുന്നത്? ഞാൻ ഇനി കരയത്തില്ല ഇങ്ങനെ. എന്താണ്? നിങ്ങൾ കണ്ടിട്ടില്ലേ ഷൂട്ടിംഗ് നടക്കുന്നത്? ഞാനും പണ്ട് കണ്ടിട്ടുണ്ട്. ഞാൻ സിനിമാ നടനാകാൻ വേണ്ടി ഒരു കാലത്ത് ആഗ്രഹിച്ചാൽ, ഇപ്പോഴും അല്ല, പണ്ട് 1970 മുൻപുള്ളതായ ആ കാലഘട്ടം. ഒരു ദിവസം ഷൂട്ടിംഗ് ഞാൻ നോക്കിയപ്പോൾ ഇതാണ് എപ്പോഴും കട്ടെന്ന് പറയും, ആക്ഷൻ, കട്ട്, ആക്ഷൻ, കട്ട്, ആക്ഷൻ. അത് മാത്രമാണ്. ഇതൊന്നൊരു കഷ്ടമാണെന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് അൺപെയ്ഡ് ആക്ടേഴ്സ് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ട്. ഈ സിനിമകൾ കണ്ട് 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 മൂഡ് മാറ്റിക്കൊണ്ട് എത്ര പെട്ടെന്നാണ് ആക്ടിങ് ചെയ്യുന്നതറിയാമോ? എത്രയോ സ്നേഹത്തോടുകൂടി അരുമയോടുകൂടി സംസാരിക്കുമെന്നറിയാമോ? എന്തൊരു നടനമാണ്! അതുപോലെ ഭക്തിയും. ചിലരാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഉടൻ തന്നെ യേശുവേ എന്നോട് ക്ഷമിക്കണമേ കർത്താവേ, അങ്ങനെ അഭിനയമാണെല്ലാം, മനസ്സിൽ നിന്ന് വരുന്നതല്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഉടൻ തന്നെ തുടങ്ങും ദൈവമേ അങ്ങനെ ചെയ്യണമെന്നാണ്. എന്താണ്? പ്രാർത്ഥിക്കുമ്പോൾ കരഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ ദൈവദാസൻ എന്ത് വിചാരിക്കുമെന്ന് ഒരു സ്ത്രീ പറയാനിടയായി. അതുപോലെ അന്യഭാഷ സംസാരിക്കുന്ന കാര്യത്തിൽ എല്ലാവരും അന്യഭാഷ സംസാരിക്കണമെന്ന് ദൈവദാസൻ പറഞ്ഞപ്പോൾ ഞാനും അക്കൂട്ടത്തിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? 45 വർഷമായിട്ട് ദൈവവേല ചെയ്യുന്നവനാണ് ഞാൻ. ഇനി ഞാൻ ദൈവവേലയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നവനാണ്. മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞാൽ അവരത് അംഗീകരിക്കുകയില്ല, അവർക്ക് അതിനുള്ള ആശയമില്ല. അതുകൊണ്ട് ഈ ദിവസം ശ്രദ്ധ വഹിച്ചുകൊണ്ട്
നിങ്ങളെക്കുറിച്ച് ശ്രദ്ധ വഹിച്ചുകൊണ്ട് നിങ്ങളെ ക്രമപ്പെടുത്തി നിങ്ങളെ നന്നാക്കി ഉപദേശിച്ച് ബുദ്ധി പറഞ്ഞു തന്ന് പഠിപ്പിച്ചു കൊടുക്കണം, അത് നേരെയാക്കണം. അതാണ് ക്രിസ്തീയ ശുശ്രൂഷ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, കർത്താവേ, എൻ്റെ ഹൃദയ അന്തരംഗങ്ങളെ നോക്കിയിട്ട് കർത്താവേ, എന്നെ നീ നന്നാക്കണമേ, എന്നെ ഒരുക്കണമേ. കർത്താവേ, എന്നെ കഴുകണമേ, എന്നെ പരിപൂർണനാക്കി മാറ്റണമേ. ആത്മീയ പക്വതയില്ലാത്ത ഒരു ജീവിതമാകുന്നു എൻ്റേത്. പൂർണ്ണമായി വേവാത്ത ഒരു അപ്പത്തിൻ്റെ പോലെയാകുന്നു എൻ്റെ ജീവിതം. ഒരു വശത്ത് വിശ്വാസവും മറുവശത്ത് എൻ്റെ ബുദ്ധിയും ആയിരിക്കുന്നു. ഒരു വശത്ത് ലൗകിക കാര്യങ്ങളും മറുവശത്ത് ദൈവത്തിൻ്റെ കാര്യങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നൽകുമാറാകണമേ. ഈ പൂർണ്ണമല്ലാത്ത അവസ്ഥയിൽ നിന്ന് എന്നെ വിടുവിക്കുമാറാകണമേ. എൻ്റെ കർത്താവിൻ്റെ സാദൃശ്യത്തിലേക്ക് ഞാൻ മാറണമെന്നുള്ളതായ ആഗ്രഹത്തോടെ നിന്റെ സാക്ഷികളായി മരണം വരെ വിശ്വസ്തനായ വ്യക്തിയായിട്ട് ജീവിക്കുമെന്നുള്ള തീരുമാനത്തോടുകൂടി മടങ്ങിപ്പോവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും നീ കണ്ടിരിക്കുന്നുവെന്നും അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്നുവെന്നും ഇന്നു മുതൽ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്റെ അത്ഭുത കാര്യങ്ങൾ ഞങ്ങൾ കാണുന്നതിനായി ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ തിരിച്ചു പോകുന്നു. പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് സകല സത്യത്തിലും ഞങ്ങളെ നടത്തണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരുടെ മേലും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ